ഞാനങ്ങനെ ഫ്രമ്മിന്റെ സീസൺ 3യുടെ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടായിരുന്നു. സീസൺ 2 ലാസ്റ്റ് കുറച്ച് എപ്പിസോഡിലൊക്കെ കുറച്ച് ലാഗൊക്കെ എനിക്ക് ഫീൽ ആയി. ഞാൻ വിചാരിച്ചു ഓക്കെ ഇനി വലിച്ചു നീട്ടി ഒരുപാട് കൊണ്ടുപോകാനാണ് ഇവരുടെ പ്ലാൻ, അല്ലെങ്കിൽ ആ ഒരു എൻഗേജിങ് ഫീൽ എത്തും, പിന്നീട് കുറെ ലാഗ് അടിപ്പിക്കും. അങ്ങനെയായിരുന്നു ആ ഒരു സെക്കൻഡ് സീസണിൽ കുറച്ച് എപ്പിസോഡ്, ലാസ്റ്റത്തെ ഒരു എന്താ പറയുക ഒരു 4-5 ഒക്കെ. പക്ഷേ ഈ ഒരു തേർഡ് സീസണിലെ ഒരു ഫസ്റ്റ് എപ്പിസോഡ് തന്നെ ആ ഒരു ലാഗും കാര്യങ്ങളൊക്കെ മാറ്റി നല്ല എൻഗേജിങ് ആയിട്ട് തന്നെ പ്രസന്റ് ചെയ്യുന്നുണ്ട്. ആ സീസൺ 2 എവിടെയാണോ എൻഡ് ചെയ്യുന്നത് ആ നെക്സ്റ്റ് സീനിൽ തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്ത് വളരെ നൈസ് ആയിട്ട് തന്നെ കൊണ്ടുപോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മൾ അടുത്തുള്ള എപ്പിസോഡിലൊക്കെ ഭയങ്കര എൻഗേജിംഗ് ആയിട്ടുള്ള ഒരുപാട് സീക്വൻസ് ഒക്കെ കാണാൻ പോകുന്നുണ്ട്. കാരണം അങ്ങനത്തെ ഒരു സീനിലാണ് ഈ ഒരു ഫസ്റ്റ് എപ്പിസോഡ് എൻഡ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓരോ സീക്വൻസ് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും, അടുത്ത എന്ത് നടക്കും ഒരു എക്സൈറ്റ്മെന്റിൽ തന്നെ അത് കൊണ്ടുപോകുന്നുണ്ട്. ആ ഒരു എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ എന്ത് പറയാം, നമ്മൾ എവിടെയാണ് എൻഡ് ചെയ്ത് ആ ഒരു കണക്ഷൻസും അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഇവരുടെ സിറ്റുവേഷൻസും അല്ലെങ്കിൽ ഇവർ എങ്ങനെയാണ് ഇങ്ങനെ ഓവർകം ചെയ്യുന്നത്. കാരണം പലവരും പല സൊല്യൂഷൻസിന്റെ അടുത്തെത്തി കഴിഞ്ഞു. പല ക്യാരക്ടേഴ്സും നമ്മൾ സീസൺ 2ന്റെ ലാസ്റ്റ് കണ്ടതുപോലെ തന്നെ പലവരും ഒരു പോയിന്റ് വരെ എത്തി. പക്ഷെ ഇനി എന്ത് നടക്കും അല്ലെങ്കിൽ എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടും എന്നൊക്കെ ആയിരുന്നു. കാരണം ആ ഒരു ടൗണിലുള്ള എല്ലാവരും ഡാർക്ക് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിൽക്കുവാണ്. കാരണം അവർക്കൊന്നും പെട്ടെന്ന് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതിന്റെ കൂടെ തന്നെ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സീസൺ 2ന്റെ ലാസ്റ്റ് എപ്പിസോഡിൽ കണ്ടതാണ് താബിത്ത് ആ ഒരു ലൈറ്റ് ഹൗസിൽ പോകുന്ന വഴി കണ്ടുപിടിക്കുന്നു, അവിടെ എത്തി, പിന്നെ എന്താണ് സംഭവിച്ചതെന്നൊക്കെ. സോ ആ ഒരു പോയിന്റിൽ പുള്ളിക്കാരി എത്തി. ആൻഡ് മറ്റുള്ള ക്യാരക്ടേഴ്സും പല പോയിന്റ്സ് ഒക്കെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള പല കാര്യങ്ങളും ഇങ്ങനെ റിവീൽ ചെയ്ത് വരും. ആൻഡ് ഇതിൽ തന്നെ നമ്മുടെ ബോയ്ഡിന്റെ ഒരു സീനുണ്ട്, അതൊക്കെ കുറച്ച് കിടിലുമായിരുന്നു. ആൻഡ് കുറച്ച് കാര്യങ്ങൾ ഇപ്പോഴും മിസ്റ്ററി ആയിട്ടൊക്കെ നിൽപ്പുണ്ട്. നമ്മുടെ ബോയ്ഡ് ആ ഒരു കേവിന്റെ അകത്ത് പോകത്തില്ല, ഒരാളെ ഹാങ് ചെയ്തിരിക്കുന്ന ആ ഒരു സീനിൽ അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ വേറെ കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്, കുറച്ച് പുതിയ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. സോ അതിന്റെ മിസ്റ്ററീസും അല്ലെങ്കിൽ അതെങ്ങനെയാണ് അല്ലെങ്കിൽ എന്ത് പറ്റിയെന്നൊക്കെ ഇനി അങ്ങോട്ടുള്ള എപ്പിസോഡിലേക്ക് റിവീൽ ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു ഫസ്റ്റ് എപ്പിസോഡിന്റെ ആ ഒരു ലാസ്റ്റ് സീൻ എൻഡ് ചെയ്യുന്ന കിടിലുമായിട്ടാണ്. കുറച്ച് ഇമോഷൻ ആയിട്ടുള്ള സീക്വൻസ് ഉണ്ട്, പക്ഷെ ആ ഒരു എൻ്റെ എൻഡിങ് വാസ് ലൈക്ക് കിടിലുമായിരുന്നു. കാരണം ക്രീച്ചേഴ്സിനെ ചെറുതായിട്ട് കൊണ്ടിട്ടുണ്ട്, അതായത് നമ്മളെ ബോയ്ഡ് പോയി ചെറുതായിട്ടൊന്ന് ചൊറിയും. സോ അതിന്റെ റിവെഞ്ച് ആയിട്ട് അവർ വരുന്നുണ്ട്. സോ ഇനി അങ്ങോട്ട് ഇതേ ഒരു ഫേസിലാണ് പോകുന്നതെങ്കിൽ വേറെ ലെവൽ ഓഫ് എക്സ്പീരിയൻസ് ആയിരിക്കും. സോ എന്തായാലും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, കാരണം ഇതിന്റെ എൻഡിങ് അത്ര കിടിലുമായിരുന്നു. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. സോ എന്തായാലും ഈ ഒരു ബാക്കിയുള്ള 9 എപ്പിസോഡ് വന്നിട്ട് ടോട്ടലായിട്ട് ഞാൻ ഈ സീരീസിന്റെ റിവ്യൂ ചെയ്യാം. സോ എന്തായാലും കണ്ടു നോക്കുക. ഓൾറെഡി ആ ഒരു എപ്പിസോഡ് കണ്ടവരാണെങ്കിൽ നിങ്ങൾ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.